വേദി കണ്ടപ്പോൾ അത് ഇത്രമാത്രം മഹത്തരമായ ഒരു വേദിയായി കാണുക എന്നുള്ളത് അഭിമാനകരമായ ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നു. വരുന്ന വർഷങ്ങളിൽ ഒരു വേദി എൻ്റെ നാട്ടിൽ നടത്തിയാൽ ഈ എല്ലാ ആൾക്കാരും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അടുത്ത നമ്മൾ കിറ്റ് വിതരണമാണ്. 1ാം വാർഡ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. 2ാം വാർഡ് ഗ്രാവറ്റി വാർഡിന്റെ ആശാ വർക്കർ ആ കിറ്റ് നൽകുന്നതിലേക്കായി ABP റേഞ്ചിലെ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ശിവ സാറിനെ ക്ഷണിക്കുന്നു. അതായത് ഓരോ മേടിച്ച ശേഷം കിറ്റ് അങ്ങോട്ട് തരാം. നിങ്ങളൊന്ന് വെയിറ്റോടെ ചെയ്യണേ. അടുത്ത് പെരിക്കുളങ്ങര വാർഡില് കിറ്റ് വിതരണത്തിന് SHO ആണ് ശ്രീകുമാരൻ സാറാണ്. അദ്ദേഹം ശബരിമല ഡ്യൂട്ടിക്ക് പോയിരിക്കുകയാണ്. പകരം സ്റ്റേഷനിൽ ആരെങ്കിലും എത്തിയിട്ടുണ്ടോ? ഏഴാം സ്റ്റേഷനിൽ ആരെങ്കിലും എത്തിയിട്ടില്ല എങ്കിൽ റോഷ്നി മേഡത്തിനെ ക്ഷണിക്കുന്നു. അടുത്തത് നെയ്യാണ്ടാം വാർഡാണ്. നെയ്യാണ്ടാം വാർഡിന്റെ കിറ്റ് വിതരണത്തിനായി റിട്ടയർഡ് ജില്ലാ ജഡ്ജി ഗോകുമാർ സാറിനെ ക്ഷണിക്കുന്നു. അടുത്ത നിരപ്പുകാല വാർഡിലെ കിറ്റ് വിതരണത്തിനായി കള്ളിക്കാട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സുരേഷ് ബാബു സാറിനെ ക്ഷണിക്കുന്നു. സാറേ 2 വാക്കുകൂടെ സംസാരിക്കണം. വേദിയിൽ സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ശരിക്കും പറഞ്ഞാൽ വളരെ ഇങ്ങനെ എന്ത് പറഞ്ഞറിയില്ല, വളരെ സന്തോഷത്തോടെ നിൽക്കുന്ന ഒരു സമയമാണിത്. കാര്യം വേദിയിലിരിക്കുന്ന ഒരുപാട് മഹാന്മാരായ, ഒരുപാട് അംഗീകാരങ്ങളൊക്കെ ലഭിച്ചിട്ടുള്ള, ഒരുപാട് സമൂഹത്തിൽ നന്മകൾ ചെയ്തിട്ടുള്ള ഒരുപാട് വിശിഷ്ട വ്യക്തികൾക്കൊപ്പം ഇങ്ങനൊരു വേദി പങ്കിടാൻ കഴിഞ്ഞതിന് ഒരു മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. എനിക്ക് പറഞ്ഞാൽ ഞാൻ ഈ പഞ്ചായത്തിൽ കുറച്ച് നാളായിട്ടുള്ളൂ. ഞാൻ വന്ന ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ സുമേഷ് സാറ് ഇങ്ങനെ ഒരു ഫംഗ്ഷനുണ്ട്, അതിനുവേണ്ട പഞ്ചായത്തിനുള്ള സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് പറഞ്ഞ് എന്നെ സമീപിക്കുകയും, പക്ഷേ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട സമയമായതുകൊണ്ട് എനിക്കത് പെട്ടെന്ന് ഒരു എന്തും പറയണതല്ല എങ്കിലും ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ധൈര്യമായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം, വരുന്ന ഭരണസമിതി ആരായാലും നമുക്ക് അവിടെ സംസാരിച്ച് ക്ലിയർ ചെയ്യാം എന്ന് പറഞ്ഞ് ഈ പ്രവർത്തനത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു എളിയ ശ്രമം എൻ്റെ ഭാഗത്ത് നിന്നുണ്ടായി. അത് ഈ വേദി കണ്ടപ്പോൾ അത് ഇത്രമാത്രം മഹത്തരമായ ഒരു വേദിയായി കാണുക എന്നുള്ളത് അഭിമാനകരമായ ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നു. വളരെ സന്തോഷം. ഇങ്ങനെ ഒരു വേദിയിൽ പങ്കെടുക്കാൻ കഴിയുന്നത് ഏറ്റവും വലിയ സന്തോഷമായിട്ട് ഞാൻ കാണുന്നു. എങ്കിലും 1-2 ചെറിയ കാര്യമാണ് ഞാനിത് പറയാൻ ആഗ്രഹമുണ്ട്. ഒന്ന്, ഇത്രയും മനോഹരമായ ഈ വേദി, കാര്യം എൻ്റെ നാട് മലയങ്കരാണ്. അപ്പം അടുത്ത വരുന്ന വർഷങ്ങളിൽ ഒരു വേദി എൻ്റെ നാട്ടിൽ നടത്തിയാലുള്ള ഒരു സഹായം ഈ എല്ലാ ആൾക്കാരും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ ഒരു വേദി ഇതിനൊരു അംഗീകാരം നമ്മുടെ നാട്ടിൽ കൂടെ കിട്ടിക്കോട്ടെ എന്ന് ആഗ്രഹം പറഞ്ഞു പോയതാണ്. അത് ഇവിടുത്തെ ഭാരവാഹികൾ അതെങ്ങനെ പരിഗണിക്കുമെന്ന് അറിയില്ല, എങ്കിലും പോസിറ്റീവായിട്ട് എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഈ നാട്ടിൽ ഞാൻ ഒരുപാട് പഞ്ചായത്തുകളിൽ വർക്ക് ചെയ്തപ്പോൾ കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മുടെ ഈ പാലിയേറ്റീവ് കെയർ പോലെ തന്നെ വളരെയധികം അർഹമായ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ സഹായങ്ങൾ വേണ്ടി വരുന്ന ഒരു വിഭാഗം ജനങ്ങളെ കൂടെ എല്ലാ പഞ്ചായത്തിലും നിന്നും കാണാൻ കഴിയും. വേറെ ആരുമില്ലാതെ മാനസിക വെല്ലുവിളി നേരിടുന്ന കുറച്ച് ആൾക്കാരുടെ ഈ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. അവരെ കൂടെ ഇത്തരം വേദികളിൽ അവരുടെ കൂടെ കാര്യങ്ങളോടെ ഈ സംഘടന പരിഗണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സംഘടനയുടെ പ്രവർത്തനം കൂടുതലെന്ന് ഞാൻ പറയുന്നില്ല. കാര്യം എല്ലാം വിശദമായിട്ട് എല്ലാവരും പറഞ്ഞു. അപ്പം അത്രയും മനോഹരമായ ഒരു പ്രവർത്തനമാണ് ഈ സംഘടന നടത്തി വരുന്നത്. ഈ നോട്ടീസ് തന്നെ 1 വർഷമേ ആയിട്ടുള്ളെങ്കിലും ആ ആമുഖ പേജിൽ തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഈ സംഘടന എന്തുമാത്രം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് അവിടെ ഈ ആമുഖ പേജിലുള്ള കാര്യങ്ങളുള്ളത്. അത് അങ്ങേറ്റം പ്രശംസനീയമായ കാര്യം തന്നെയാണ്. പക്ഷേ എങ്കിലും ഇവിടെ ഇത് പറയാമോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ഒരു ചെറിയൊരു കാര്യമാണ് എനിക്ക് പറയാനുണ്ട്. നെഗറ്റീവായിട്ടൊരു എടുക്കരുത്. ഒരു ചെറിയൊരു അഭ്യർത്ഥന മാത്രമുണ്ട്. ഇത്രയും മനോഹരമായ ഒരു രീതിയിൽ, വളരെ മനോഹരമായ രീതിയിലുള്ള പ്രകൃതിയെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള നമ്മുടെ ശരിക്കും പറഞ്ഞാൽ വരും തലമുറകൾ നമ്മൾ ഈ ചന്ദ്രത്തിന് വലിയ പ്രത്യേകത വെച്ചാൽ നമ്മൾ നട്ടാൽ അതിൻ്റെ ഫലം എടുക്കുന്നത് അടുത്ത തലമുറയായിരിക്കും എന്നാണ് പറയുന്നത്. അത്രമാത്രം
സമയമെടുത്താണ് ഇത് വളർന്ന് ഒരു അതിൻ്റെ മണം ഉണ്ടാക്കി വരുന്നതെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അങ്ങനെയുള്ള ഒരു മനോഹരമായ ഒരു പ്രകൃതി, അതായത് ഗാലറി ഓഫ് നേച്ചർ എന്ന വാക്കിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള ഒരു ഗിഫ്റ്റാണ് എല്ലാവർക്കും കൊടുത്തിട്ടുള്ളത്. എങ്കിലും കണ്ട ചെറിയൊരു കാര്യം, അത് ഇവർക്ക് തീർച്ചയായിട്ടും ഒരു ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. ഇതിനകത്ത് എല്ലാവർക്കും കൊടുത്ത ചായ കൊടുത്ത ഗ്ലാസിനെ ശ്രദ്ധിച്ച കാര്യമാണ്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കുപ്പി, ഇത് രണ്ടും പ്രകൃതിക്ക് ഏറ്റവും ദോഷം ചെയ്യുന്ന കാര്യങ്ങളിൽ ഒന്നും കൂടെ. അപ്പോൾ അതിനെ ഒന്ന് വരും ഫംഗ്ഷനുകളിൽ ഒഴിവാക്കിയിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുക, അതിന് പകരം പ്രകൃതിക്ക് ഇണങ്ങുന്ന തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നാൽ കുറച്ചുകൂടെ ഇത് മനോഹരമാവുകയും ഇത് എല്ലാവർക്കും കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്നുള്ള ഒരു അഭ്യർത്ഥന മാത്രം പറഞ്ഞുകൊണ്ട് ഈ വേദിയിൽ ഇങ്ങനൊരു അവസരം കിട്ടിയതിനും ഈ സംഘടനയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഭാവിയിലും ഒരുപാട് ഉന്നമനമായി നന്മകൾ ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. നന്ദി. സാർ പറഞ്ഞത് വളരെ അനുഭവപൂർവ്വം എടുക്കുന്നു. സംസാരിച്ച് വന്നിടയ്ക്ക് എനിക്കൊരു 10-15 ദിവസം സുഖമില്ലായിരുന്നു. അപ്പോൾ ഭയങ്കര വെള്ളത്താളം. നമ്മൾ ആൾറെഡി കുപ്പി അവിടെ വെച്ചിട്ടുണ്ട്. ആ വെള്ളത്താളം കൂടിയത് കാരണം ഒരു കുപ്പി വെള്ളം മേടിക്കാൻ മോനോട് പറഞ്ഞു. എന്നാൽ പിന്നെ ഇവിടെ ആവട്ടെ എന്ന് പറഞ്ഞാൽ അത്രയും ഞാൻ കെയർ ചെയ്താണ്. ക്ഷണിക്കുക, സോറി.